ഹലോ ഫ്രണ്ട്സ്. ഇപ്പൊ തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും കാലിന്റെ മുട്ടില് വേദന, ജോയിന്റിലൊക്കെ വേദന വരാറുണ്ടാവും. അപ്പോൾ അത്തരം വേദനകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് സുഖപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുകൂടാതെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന കുറച്ചധികം നല്ല ടിപ്സുകളും ഉണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലെ ആദ്യത്തെ ടിപ്സ് എന്താ നോക്കാം. ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത് ബാർലി റൈസ് ആണ് കേട്ടോ. ബാർലി റൈസ് നമുക്ക് ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ധാന്യമാണ്. നമുക്ക് പല പ്രശ്നങ്ങൾക്കും പരിഹരിക്കാവുന്ന ഒന്നാണ് കേട്ടോ. ഇത് ധാരാളം ഫൈബറുകളും അതേപോലെ തന്നെ മഗ്നീഷ്യം, വിറ്റമിൻസും ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കിത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും കേട്ടോ. പ്രധാനമായിട്ടും ദഹനം മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ ദഹനം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. പിന്നെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും പ്രമേഹം ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനും അതേപോലെ തന്നെ ശരീരഭാരം കുറച്ച് കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ അളവിൽ ടേബിൾ സ്പൂൺ അളവിൽ ബാർലി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ആദ്യം. കഴുകിയെടുത്തതിന് ശേഷം ഇത് നമുക്കിപ്പോൾ ദിവസേന കഴിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ദിവസവും ഇത് കുടിക്കാനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഒരു ഗ്ലാസ്, അതായത് വൈകിട്ട് ഒരു ഗ്ലാസ്, അങ്ങനെ 2 ഗ്ലാസ് മാത്രം വെള്ളം, ഈ ഒരു ബാർലി വെള്ളം കുടിച്ചാൽ മതിയാവും. പിന്നെ ഗർഭിണികൾക്കൊക്കെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിൽ നീര് വരും. ആ നീരിനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട്, യൂറിൻ വഴി നമ്മുടെ ശരീരത്തിലുള്ള നീര് പോവാനായിട്ട് ഈ ഒരു ബാർലി റൈസ് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ആ ബാർലി ഒന്ന് വെന്ത് കിട്ടുകയും വേണം കേട്ടോ. ഗർഭിണികൾ അവരുടെ ശരീരത്തിൽ നീര് പോകാൻ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ്സിൽ കൂടുതൽ നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ശരീരത്തിന് നല്ല ഊർജ്ജം നൽകാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും പിന്നെ ഹൃദയാരോഗ്യത്തിനൊക്കെ നല്ലതാണ് ഈ ഒരു ബാർലി. ഈ ബാർലിയുടെ വെള്ളം നിങ്ങൾക്ക് ദിവസവും കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി. ഇനി അതുമല്ല, നിങ്ങൾക്കത് അങ്ങനെയൊന്നും കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ഈ ഒരു ബാർലി ചേർത്തി കൊടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ വേവിച്ചെടുത്തത് നമുക്ക് ചോറിന് പകരം, നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചോറിന് പകരം ഈ ഒരു റൈസ് വേവിച്ചിട്ട് കറിയുടെയും ഉപ്പേരിയുടെ ഒക്കെ കൂടെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. എല്ലാവരുടെയും അടുക്കളയിൽ നമുക്ക് എപ്പോഴും വേണ്ട ഒന്നാണ് സവാള. അപ്പോൾ സവാള കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ണിന്ന് വെള്ളം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം കട്ട് ചെയ്യട്ടോ. കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു വേര് വരുന്ന ഭാഗം മാത്രം നമ്മൾ മുറിച്ച് കളയുന്നില്ല. അതിൻ്റെ ആ ഒരു ഈ ഒരു ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ആ ഒരു വേരുകൾ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ അതുപോലെ വെക്കണം. എന്നിട്ട് ആ തൊലി നീക്കം ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് നമ്മൾ ഉള്ളി ഇങ്ങനെ മലർത്തി വെക്കാതെ ഇതുപോലെ ആ ഒരു കട്ടിംഗ് ബോർഡിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാം. സവാളയെല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു കട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടാവില്ല സവാളയുടെ, ആ ഒരു ഭാഗം കട്ട് ചെയ്തതിന് ശേഷം മാത്രം മുറിച്ച് കളയുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണിന്ന് ഒരു തുള്ളി പോലും വെള്ളം വരില്ല കേട്ടോ. ഇത് ഞാൻ അറിഞ്ഞ സമയത്ത് ഞാനത് സത്യമാണോന്ന് അറിയില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി സവാള കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളും ചെയ്ത് നോക്കും. അടുത്തൊരു കിച്ചൺ ടിപ്സ് എന്താന്ന് നോക്കാം. നമ്മളിപ്പോൾ പച്ചക്കറി കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഇതുപോലെ പച്ചമുളക് കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ പച്ചമുളക് കട്ട് ചെയ്യുന്ന സമയത്ത് കൈ എരിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ആ കയ്യിലുണ്ടാവുന്ന ആ എരിച്ചിലും പുകച്ചിലും മാറുന്നതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സൂത്രം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വീട്ടിൽ എന്തായാലും പാലുണ്ടാവുമല്ലോ. പാല് നമ്മളൊന്ന് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരിക്കണം. തണുത്ത പാല് ഒന്നൊരല്പം കയ്യിലേക്ക് എടുത്തിട്ട് ആ ഒരു മുളകായ ഭാഗത്ത് ഇതുപോലെ ആ തണുത്ത പാലൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പച്ചമുളകാണെങ്കിലും ഉണക്കമുളകാണെന്നുണ്ടെങ്കിലും കയ്യിൽ ആ ഒരു എരിവും പുകച്ചിലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സൂത്രം ചെയ്ത് നോക്കണേ. ഇനി മറ്റൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ചിരട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. നമ്മൾ കുക്കിങ്ങിനെല്ലാം എടുക്കുന്ന അതേ ബേക്കിംഗ് സോഡയാണ്. പിന്നെ വേണ്ടത് കോഫി പൗഡറാണ് കേട്ടോ. ഞാൻ ബ്രൂവിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ്. നമുക്ക് ബേക്കിംഗ് സോഡ ഉള്ളതുകൊണ്ട് തന്നെ ബാഡ് സ്മെല്ലിനെ ഒഴിവാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കോഫി പൗഡർ ആകുമ്പോൾ നമുക്ക് എപ്പോഴും നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ല് കൊണ്ടുവരാനും സഹായിക്കുന്നതാണ്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഫ്രിഡ്ജിനകത്താണ് വെക്കാനായിട്ട് പോകുന്നത്. ഫ്രിഡ്ജിൽ നമ്മൾ പല തരത്തിലുള്ള ഫുഡുകൾ വെക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ ബാക്ടീരിയകളോ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനും അതിനെ ഫ്രിഡ്ജിനെ ഫ്രഷ് ആയിട്ട് വെക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്.
അപ്പോൾ ഇനി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാർക്കലിയുടെ ഫെയർനെസ് ഓയിലും അതേപോലെ തന്നെ അനാർക്കലിയുടെ ഹെയർ ഓയിലും. അപ്പോൾ ഈ അനാർക്കലിയുടെ ഫെയർനെസ് ഓയിൽ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ചേർത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും നമ്മുടെ ഡാർക്ക് സ്പോട്ടുകളൊക്കെ മായ്ച്ചു കളയാനും പിഗ്മെന്റേഷൻ മാറാനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫെയർനെസ് ഓയിലാണ് കേട്ടോ. ഇതിൽ പപ്പായ, അവക്കാഡോ, കുങ്കുമപ്പൂവ്, ക്യാരറ്റ്, ബീട്രൂട്ട്, മഞ്ചിഷ്ട അങ്ങനെ ഒത്തിരി സ്കിൻ ബ്രൈറ്റനിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഓയിലാണ് ഈ ഒരു അനാർക്കലി എന്ന് പറഞ്ഞുള്ള ഫെയർനെസ് ഓയിൽ കേട്ടോ. ഓയിലി സ്കിൻ അല്ലാത്തവർക്ക്, അതായത് നമുക്ക് സ്കിന്നിൽ ഓയിൽ അപ്ലൈ ചെയ്താൽ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാത്തവർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നത്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ. കുളിക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ നിങ്ങളുടെ സ്കിന്നിലും ഫേസിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവുന്നത് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൂടാണ്ട് നമ്മുടെ ഇപ്പോൾ ഫെയർനെസ് ഓയിൽ കൂടാതെ തന്നെ നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഹെയർ ഓയിലിൻ്റെ ഉണ്ടാക്കിയെടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ പരമ്പരാഗതമായ രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് തയ്യാറാക്കുന്നതാണ് കേട്ടോ. അതിൽ നമ്മുടെ കേശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഈ ഒരു ഹെയർ ഓയിലുണ്ട്. നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനും മുടി പൊട്ടിപ്പോകുന്നത് ഒഴിവാക്കാനും മുടി ഫാസ്റ്റായിട്ട് വളരാനും അകാല നിറം സംഭവിക്കാതിരിക്കാനും പിന്നെ തലയിലെല്ലാം പല ആളുകൾക്കും താരൻ കൂടാതെ തന്നെ ചൊറിച്ചിലുകളും അലർജികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിതിൽ വെള്ളച്ചന്ദനം ചേർക്കുന്നുണ്ട്. അത്രയധികം നമ്മൾ ശ്രദ്ധയോടുകൂടി തയ്യാറാക്കുന്ന ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. കോൾ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെയർനെസ് ഓയിലും ഹെയർ ഓയിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മഴ പെയ്ത് ഒന്ന് തണുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും കാലിൻ്റെ മുട്ടിന് വേദന, അതേപോലെ തന്നെ ജോയിന്റിലൊക്കെ വേദന വരാറുണ്ട്. ഇത് എന്താ എല്ല് തേയ്മാനം വന്നിട്ട് വേദന ഉള്ളവരുടെ കാര്യമല്ല പറയുന്നത്. നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന വേദനകൾ, വീക്കം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന വേദനകൾ, നീർക്കെട്ട് കൊണ്ടുണ്ടാകുന്ന വേദനയൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള വീട്ടിൽ ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ശർക്കരയാണ്. ഞാനിപ്പോൾ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഞാനൊന്ന് ചെറിയ ചെറിയ പൊടിയാക്കി കിട്ടുന്നതിന് വേണ്ടി ഇതുപോലെ ഒന്ന് ചീകി എടുക്കണം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇതുപോലെ ചീകി എടുക്കാൻ സാധിക്കുന്നതാണ്. ശരീരഭാരം കൂടിക്കഴിഞ്ഞാലും മുട്ടിലൊക്കെ വേദന വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ഈ ഒരു റെമഡി പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഈ ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തുള്ള ശർക്കരയിലേക്ക് ഇനി ചേർക്കുന്നത് ചുണ്ണാമ്പാണ്. നമ്മൾ വെറ്റിലയിലൊക്കെ തേച്ചിട്ട് കഴിക്കുന്ന അതേ ചുണ്ണാമ്പ് തന്നെയാണ് കേട്ടോ. അതൊരല്പം എടുക്കുന്നുണ്ട്, ഒരുപാട് എടുക്കണ്ട, കുറച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ കൂടെ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഞാനൊരു സ്പൂൺ അളവിൽ ചേർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ആ ചുണ്ണാമ്പും മഞ്ഞളും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഒരു അല്പം വെള്ളം കേട്ടോ, ഒരു ഒരു ചെറിയ സ്പൂണിൻ്റെ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മഞ്ഞളും ചുണ്ണാമ്പും ഒക്കെ മിക്സ് ആയതുകൊണ്ടാണ് ഇതുപോലെ ഒരു റെഡ് കളർ വന്നിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് തേച്ച് കൊടുക്കാവുന്നതാണ്. ഒരുപാട് സമയം നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റെപ്പുകളൊക്കെ കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടാവില്ല മുട്ടിൽ അല്ലെങ്കിൽ ജോയിന്റിൽ, അതിനൊക്കെ ഇത് തേച്ച് കൊടുക്കാം. പിന്നെ അതുമാത്രമല്ല, നമുക്ക് മുട്ടിലൊക്കെ നീര് വന്നിട്ട് വീക്കം വരിക, അങ്ങനെയുള്ള വേദനകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതാണ്. നമ്മൾ ചുണ്ണാമ്പൊക്കെ പെട്ടെന്ന് ആ നീരിനെ വലിച്ചെടുക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ശർക്കരയും മഞ്ഞളും നമ്മുടെ എല്ലുകൾക്ക് നല്ല ബലം കൊടുക്കാനും വേദന ഇല്ലാണ്ടാക്കാനും സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം കാലൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് അത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു തവണ ചെയ്യുന്ന സമയത്തിന് നല്ല വേദനയ്ക്ക് കുറവുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 2 തവണയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേദന നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നതാണ്. ഇതിപ്പോൾ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ചെയ്യാവുന്ന റെമഡിയാണ് കേട്ടോ ഇത്. കാലങ്ങളായിട്ട് മുട്ടുവേദന ഉള്ളവർ അല്ലെങ്കിൽ മുട്ടിന് തേയ്മാനമുള്ളവർക്കൊന്നും ഇത് ഫലിക്കണമെന്നില്ല. പെട്ടെന്നുണ്ടാവുന്ന മുട്ടുവേദനയെ നമുക്ക് ഇല്ലാതാക്കാനാണ് കേട്ടോ ഈ ഒരു റെമഡി. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി ഇത് ഇങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കേണ്ടതുമാണ്.
ഇത് പണ്ട് കാലം മുതലേ ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.